ഇന്ന് ഒരു ചോദ്യത്തോടെ നമുക്ക് തുടങ്ങാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. വെൽക്കം ടു രഞ്ജീസ് കാഷ്വൽ ടോക്ക്. ആർ യു പ്രിപ്പയർഡ് ഡിയർ പാരൻസ്? നിങ്ങളുടെ കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി എത്ര തുക വേണ്ടി വരും എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെയാണ് അവന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? അവന് വലുതായി കഴിഞ്ഞാൽ അവൻ 20th ഇയർ ആയി കഴിഞ്ഞാൽ അവൻ ആരുടെ മുന്നിലാണ് കൈനീട്ടേണ്ടി വരിക? അവൻ ലോൺസ് ആണോ അവന് മുന്നോട്ടേക്ക് നയിക്കുക, അല്ല നിങ്ങളുടെ കൃത്യമായ എഡ്യൂക്കേഷൻ ഫണ്ടാണോ? നമ്മളിന്ന് പല തരത്തിൽ നമ്മൾ നോക്കിയാൽ ലോൺസ് അത്രയുണ്ട്. ലാക്സ് ഓഫ് ലോൺസ് ആണ് നമ്മൾ ഓരോ ബാങ്ക്സിൽ നിങ്ങൾ നോക്കിയതിൽ. എഡ്യൂക്കേഷൻ ലോൺസിന് വേണ്ടി ഓരോ പാരൻസും കൈനീട്ടുകയാണ് ബാങ്ക് മാനേജറിന് മുന്നിൽ. അതിന് പ്രധാന കാരണം പല പാരൻസും അവർക്ക് കൃത്യമായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് അവരൊന്നും ചെയ്തില്ല. പിന്നെ ബാങ്ക് മാനേജറിനും ബാങ്കിന് കനിവ് കാത്താണ് ഒരു കുട്ടിയുടെ കരിയർ മുന്നോട്ട് നയിക്കേണ്ട അവസ്ഥ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അവൻ്റെ കുട്ടിയുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ കോസ്റ്റ് എത്രയാണ് നമ്മൾ മനസ്സിലാക്കി ഒരു എമൗണ്ട് നമ്മൾ മാറ്റി വെക്കുക. ഇൻഫ്ലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. 10 മുതൽ 15% വരെയാണ്. നിങ്ങളുടെ കുട്ടി എവിടെയാണ് പഠിക്കുന്നത്? ഇന്ത്യയിലാണോ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ വിദേശത്താണോ പഠിക്കേണ്ടത്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കേണ്ടത്, ഏത് കോഴ്സ് പഠിക്കണം, അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് മാറ്റി വെക്കണം. നിങ്ങളുടെ ലൈഫിൽ ഒരു ഷുവർ ഇവൻ്റ് ആണ് എഡ്യൂക്കേഷൻ. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്ന വളരെ ഫാബുലസ് ആയ ഒരു പ്രൊജക്റ്റാണ് ചൈൽഡ് ഫസ്റ്റ്. ഒട്ടേറെ പാരൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും അർമാൻ കൺസൾട്ടിങ്ങിന് കൃത്യമായ എഡ്യൂക്കേഷൻ പ്ലാനിങ് റിപ്പോർട്ട്സ് ആണ്. ആ റിപ്പോർട്ട്സിൽ നിങ്ങളുടെ കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷൻ എത്ര ഫണ്ട് വേണ്ടി വരും, ഇൻഫ്ലേഷൻസ്, ഏതൊക്കെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ചൂസ് ചെയ്താലാണ് നിങ്ങൾക്ക് ഈ ഒരു കോർപ്പസിലേക്ക് എത്തുക, കൃത്യമായിട്ട് നിങ്ങൾക്ക് എവറി ഇയർ നമ്മൾ റിവ്യൂ ചെയ്യും. അതിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഗോളിലേക്ക് എത്താൻ പറ്റും. വി ആർ ജസ്റ്റ് കോൾ അവേ ഫ്രം യു. താങ്ക് യു സോ മച്ച്.